പൈൽസ് അഥവാ മൂലക്കുരു ഇതൊരു അസുഖമല്ല. ഇത് മലദ്വാരത്തിൻ്റെ നോർമൽ വാസ്കുലർ ഘടനയാണ്. അതായത് മോഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന നോർമൽ വാസ്കുലർ ഘടന. ഇത് നമ്മൾ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് നമ്മളിതൊരു അസുഖമായിട്ട് കണക്കാക്കാറ്. പൈൽസ് രണ്ട് തരം. ഒന്ന് അകത്തുള്ള പൈൽസ്, രണ്ട് പുറത്തുള്ള പൈൽസ്. ഇത് രണ്ടും ഒരുമിച്ചും വരാം, അകത്തും പുറത്തും രണ്ടും വരാം. അകത്തുള്ള പൈൽസ് പൊതുവെ മലവിസർജനത്തിന്റെ സമയത്ത് വേദന ഇല്ലാത്ത ചുവന്ന ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു. അതായത് വേദനയില്ല, ചുവന്ന കളറുള്ള ബ്ലീഡിംഗ്. ഇതാണ് അകത്തുള്ള പൈൽസിന്റെ ലക്ഷണം. പുറത്തുള്ള പൈൽസ് മലദ്വാരത്തിന് ചുറ്റും തടിപ്പ് അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്നു. ഇൻ കേസ് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഇരുണ്ട കളറുള്ള ബ്ലീഡിംഗ് ആയിരിക്കും. ഡയഗ്നോസിസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ചെയ്യാൻ മലദ്വാരത്തിൻ്റെ അവിടെ നോക്കണം. സിഗ്മോഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ഇങ്ങനെയുള്ള പരിശോധന ആവശ്യം വന്നേക്കാം. പലപ്പോഴും പൈൽസിന് ചികിത്സ ആവശ്യം വരാറില്ല. നാരുകളടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, ടോയ്ലറ്റിൽ അധികം നേരം ഇരിക്കാനോ സ്ട്രെയിൻ ചെയ്യാനോ പാടില്ല. ഇങ്ങനെയുള്ള കൺസർവേറ്റീവ് മെഷേഴ്സ് കൊണ്ട് കുറവില്ലെങ്കിൽ നോൺ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ചില ഓഫീസ് പ്രൊസീജിയേഴ്സ് ചെയ്യാം. ഇതുകൊണ്ടും സക്സസ് ആവുന്നില്ലെങ്കിൽ സർജറി നമുക്ക് ലാസ്റ്റ് റിസോർട്ടായിട്ട് കണക്കാക്കാവുന്നതാണ്. ആൻഡ് ദിസ് ഈസ് ഡോക്ടർ മുഹമ്മദ് നിസാം, ഫിനിക്സ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, തിരൂർ. താങ്ക് യു.